പ്രിയമുള്ളവരെ, കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഉടനടി പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന അതിശക്തമായൊരു പ്രാർത്ഥനയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. ഈ പ്രാർത്ഥനയെ അത്ര നിസ്സാരമായി കാണരുത്. അനേകരിത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത്ഭുത രോഗസൗഖ്യങ്ങളും വിടുതലും നീണ്ട നാളുകളായുള്ള പലവിധ തടസ്സങ്ങളുമൊക്കെ ജീവിതത്തിൽ നിന്ന് മാറി ദൈവാനുഗ്രഹം പ്രാപിച്ചതായി സാക്ഷ്യപ്പെടുത്തിയ ഒരു പ്രാർത്ഥനയാണിത്. 3 മാസം മുമ്പ് എനിക്കുമുണ്ടായി അത്തരമൊരനുഭവം. മരണത്തെ മുഖാമുഖം കണ്ടു കിടന്നിരുന്ന 75 വയസ്സുള്ള ഒരമ്മച്ചിയുടെ അരികിലിരുന്ന് ഞാൻ ഈ പ്രാർത്ഥന 60 തവണ ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഏതാനും മിനിറ്റുകൾക്കകം അമ്മച്ചി സുഖം പ്രാപിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചയാണ് ഞാൻ നേരിട്ട് കണ്ടത്. ഇനി ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറയാം. ഒരു സിസ്റ്ററിനെ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണിത്. ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലേണ്ടത് ജപമാല കരങ്ങളിലെടുക്കുക. ജപമാലയുടെ കുരിശ് രൂപമുണ്ടല്ലോ, ആ കുരിശിൽ നിന്ന് നമ്മൾ തുടങ്ങണം. കുരിശ് തൊട്ട് നമ്മൾ ഓരോ മണികളും എണ്ണിയാൽ അത് 60 എണ്ണം ഉണ്ട്. അപ്പം ഇത് പ്രാർത്ഥിക്കേണ്ടത് ജപമാല കരങ്ങളിലെടുത്ത് 60 തവണ ദിവസവും ഈ പ്രാർത്ഥന ചൊല്ലുക. പ്രത്യേക നിയോഗങ്ങളൊന്നും നിങ്ങൾ സമർപ്പിക്കേണ്ടതില്ല. ഉദാഹരണത്തിന് രോഗസൗഖ്യം, അല്ലെങ്കിൽ വിവാഹം നടക്കാൻ, കുഞ്ഞുങ്ങളുടെ ഭാവി, ഇങ്ങനെ ഒരു പ്രത്യേക നിയോഗങ്ങൾ നിങ്ങൾ സമർപ്പിക്കരുത്. കാരണം ഈശോയ്ക്ക് നിങ്ങളുടെ ആവശ്യങ്ങളെ അറിയാം. നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഇത്ര മാത്രമാണ്. ഈശോയെ കൊണ്ട് നമ്മൾ നിറയാനായിട്ട് ആഗ്രഹിക്കുക. ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതിനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ബാക്കിയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. ഇനി നമുക്ക് പ്രാർത്ഥന ഏതാണെന്ന് നോക്കാം. പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ പ്രാർത്ഥനയാണ്. അപ്പാ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ചോദിക്കുന്നു, ഈശോയുടെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. എനിക്കതു മാത്രം മതി. കേട്ടല്ലോ, വളരെ സിമ്പിളാണ്. ഇതൊരു പക്ഷെ ഒത്തിരി പേർക്ക് അറിയായിരിക്കും. കാരണം അത്രമാത്രം സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വൈറലായൊരു പ്രാർത്ഥനയാണ്. പക്ഷേ ഈ പ്രാർത്ഥനയുടെ പവർ എത്രത്തോളം ഉണ്ടെന്ന് അത് പ്രാർത്ഥിച്ചവർക്ക് മാത്രം അറിയാം. ഭയങ്കര ഹീലിംഗ് പവറുള്ള ഒരു പ്രയറാണിത്. ഞാൻ എപ്പോഴും ചൊല്ലിക്കൊണ്ട് നടക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേക നിയോഗങ്ങളൊന്നും സമർപ്പിക്കാതെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ, ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകപ്പെടാനൊക്കെ ആയിട്ട് ആഗ്രഹിച്ച് ഈ പ്രാർത്ഥന ചൊല്ലിക്കേ. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ നിയോഗം എന്താണോ അത് ഈശോ നിങ്ങൾക്ക് സാധിച്ചു തരും, നിങ്ങൾ പറയാതെ തന്നെ. നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പാ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ചോദിക്കുന്നു, ഈശോയുടെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. എനിക്കത് മാത്രം മതി. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.